എറണാകുളം. എന്ത് ചെയ്യുന്നു? ഞാൻ കാക്കനാടാണ് സ്ഥലം. KBPS എന്ന ഒരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പൊതുമേഖലാ സ്ഥാപനമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജോലിയാണ്. കാരണം പാഠപുസ്തകം, അതുപോലെ ലോട്ടറി, അതൊക്കെ പ്രിന്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരു 10 വർഷമായി അവിടെ ജോലിക്ക് കയറിയിട്ട്. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? പ്രിന്റിങ്. ഡയറക്റ്റ് പ്രിന്റിംഗ് തന്നെയാണ്. പാഠപുസ്തകങ്ങളൊക്കെ ആദ്യം കാണുന്നത്. അതെ, ഞാൻ എഴുതിയ ഒരു ഇത് 5ാം ക്ലാസ്സിൽ മലയാള പാഠം ഉണ്ട്. അത് നിങ്ങളുടെ അവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ക്യാൻസർ വാർഡിലെ ചിരി ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ല, പുള്ളി പ്രിന്റ് ചെയ്യത്തേ ഉള്ളൂ, വായിക്കത്തില്ല. പ്രിന്റിങ് വേറെ, വായന വേറെയാണ്. അപ്പോൾ നമുക്ക് അനൂപ് രാഘവന്റെ പെർഫോമൻസിലേക്ക് കടക്കാം. എൻ്റെ പേര് അനൂപ് രാഘവൻ. ഞാൻ എറണാകുളം ജില്ലയിലെ കുമ്പളം എന്നൊരു കൊച്ചു ഗ്രാമം. എന്നെപ്പോലെ തന്നെ വലിയ നീളമൊന്നുമില്ല. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ്വീപാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, രമേശേട്ടനൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ വേമ്പനാട് കായൽ നിങ്ങൾക്ക് ഇച്ചിരി സ്ഥലം മേടിക്കണമെങ്കിൽ മേടിക്കാം. ഇതുവരെ പ്രളയത്തിലും അതേപോലെ സുനാമിയിലൊന്നും ഈ സാധനം ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഇപ്പം ഞാൻ പക്ഷേ താമസിക്കുന്നത് കാക്കനാടാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ജോലി സ്ഥലമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ കൊറോണ നമ്മളെ ശരിക്കും അങ്ങോട്ട് ബാധിച്ചു. പൊതുവെ നമ്മൾ മലയാളികൾക്ക് തുടക്കക്കാരെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? അപ്പോൾ ഈ കൊറോണ ഒരു 1.5 കൊല്ലങ്ങളായിട്ടുണ്ട് നമ്മൾ ഏതാണ്ടൊക്കെ ഒന്ന് അംഗീകരിച്ചു വന്ന്. അപ്പോൾ നമ്മൾ വാക്സിനെയും അംഗീകരിക്കാൻ ഇതേപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. അപ്പോൾ ആദ്യം നമുക്കിട്ടൊരു 4 കൊല്ലം മുമ്പ് വന്നത് ഓക്കിയാണ്. ഓക്കി വന്നപ്പോഴും നമ്മൾ ആദ്യം വിചാരിച്ചു ഓക്കി വരട്ടെ, എൻ്റെ വീടിൻ്റെ മുറ്റത്തടിക്കട്ടെ, അപ്പോൾ ഞാൻ വിശ്വസിക്കാം. അങ്ങനെ നമ്മുടെ മുറ്റത്ത് നിന്ന തെങ്ങ് നെഞ്ചത്തോട്ട് വീണപ്പോഴത്തേക്കും ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് പ്രളയം വന്നപ്പോഴും അതിന് ഐസായിട്ട് നമ്മളൊക്കെ അങ്ങനെ കണ്ടവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവിടെ വീട് മുങ്ങി നമുക്ക് എന്താ കുഴപ്പം. അങ്ങനെ നമ്മൾ TV-യിലൊക്കെ അങ്ങനെ വാർത്തകളൊക്കെ അങ്ങനെ വന്നപ്പോഴും ഇങ്ങനെ ഫ്ലാഷ് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഡാം തുറന്നു. അങ്ങനെ ഡാം തുറന്നെന്ന് കണ്ട വാർത്ത നമ്മൾ നോക്കി. അങ്ങനെ നമ്മൾ ഇച്ചിരി മുറുക്കും ചായയൊക്കെ കൂട്ടി അങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴത്തോട്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ വീട്ടിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ സമയത്ത് നമ്മുടെ രക്ഷകരെ പോലെ ആര് വരികയാണ്? നമ്മുടെ മത്സ്യത്തൊഴിലാളി ചേട്ടന്മാർ, ലവ് ചേട്ടന്മാരെ അല്ലേ? അപ്പൊ പുള്ളി വരികയാണ്, അടുത്ത ബോട്ട് വരും, എന്താ സർവീസ് ഇട്ടേക്കണം, ഇവര് രക്ഷിക്കാമെന്നാണ് നമ്മളെ അല്ലേ? ഇവര് രക്ഷിക്കാമെന്നാണ് നമ്മളെ. എന്നിട്ടും കയറിയില്ല പുള്ളി അവിടെ മേളിയിരുന്ന് ചെറുതൊക്കെ അടിച്ച് നല്ല തണുപ്പാണല്ലോ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഹെലികോപ്റ്ററിൽ മറ്റേ സാധനം വരിക. അങ്ങനെ വന്ന് അവിടെ നിന്ന് തൂക്കിയെടുത്തോണ്ട് പുള്ളി പോയപ്പോൾ പുതിയ ചെരുപ്പ് മേടിച്ചെന്ന് നനയണ്ടല്ലാന്ന് ഓർത്തിട്ടാണ്. പ്രളയം വന്നൊക്കെയാണ്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ നടത്തുന്നിട്ടും വിശ്വസിക്കാത്ത നമ്മളെങ്ങനെ ഈ കണ്ണിന് കാണാത്ത കൊറോണനെ വിശ്വസിക്കും? ശരിയല്ലേ? കൊറോണനെ വിശ്വസിച്ചാലേ നമുക്ക് വാക്സിനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൊറോണക്ക് എന്നെ സംശയം, ഇവിടെ എന്ത് പണ്ടാളാവേ നമ്മൾ വിശ്വസിക്കാത്ത എന്താ? അപ്പൊ പുള്ളി ഒന്ന് നോക്കി, ഒരു രക്ഷയില്ല, നേരെ ഒരു തരംഗം അങ്ങനെ ഉണ്ടാക്കി. അപ്പോഴത്തേക്കും എന്ത് പറ്റി? വാക്സിൻ എടുക്കണമെന്നുള്ളത് നിർബന്ധമായി. അപ്പൊ തന്നെ സർക്കാർ കുറച്ച് വാക്സിൻ കിട്ടിയിട്ടുണ്ട്, ഇതിപ്പോ സ്പോട്ടിൽ പോയി എടുത്തോട്ടാ. നമുക്കിപ്പോൾ ഇനി വേറെ രക്ഷയില്ല, ആ സാധനം സ്പോട്ടിൽ പോയി എടുത്തോളാൻ പറഞ്ഞപ്പോൾ ആർക്കും വേണ്ട. പിന്നെ നമ്മൾ അത്യാവശ്യ കാര്യങ്ങളായി ബിവറയിൽ പോയി ചൊറ മേടിക്കുക, നമ്മുടെ പിള്ളേരുടെ ബ്യൂട്ടി പാർലറിൽ പോവുക. അങ്ങനെ അത്യാവശ്യത്തിന് വാക്സിൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഓട്ടം. അപ്പം നമ്മുടെ വീടിൻ്റെ ആൻറ്റി ചേട്ടൻ പുള്ളി ഒരു 350 രൂപ 400 രൂപയുടെ കൂററ അമ്മ മേടിച്ചിട്ട് അതും പിരിവിട്ടടിച്ചുകൊണ്ടിരുന്ന ആളാ. ഇപ്പൊ പുള്ളി 1500 സ്പുട്നിക് അടിച്ചിട്ടാണ് ക്യൂ നിൽക്കുന്നത്. അമ്മാതിരി അവസ്ഥയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാനും തീരുമാനിച്ചു വാക്സിൻ എടുക്കാം. അപ്പൊ വാക്സിൻ എടുക്കാൻ തീരുമാനം ഇത്തിരി വൈകൊണ്ടാണെന്നറിയില്ല, ഒരുപാട് പ്രൊഡക്റ്റുകൾ വരാൻ തുടങ്ങി. വാക്സിൻ തന്നെ കമ്പനികൾ ഒരുപാട് വരാൻ തുടങ്ങി. അപ്പൊ ചിലത് നമ്മൾ ഒന്നടിച്ചാൽ മതി, ചിലത് 2 അടിക്കണം, ചിലത് പനിയുള്ളത് പനി ഇല്ലാത്തത്, പിന്നെ ഇൻഷുറൻസ് കവറേജ്, ചിലത് ആള് തീർന്നോ വേറെ ആളെ കൊടുക്കുന്നു. അമ്മാതിരിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, വാക്സിനുകളിൽ ഈ വാക്സിൻ ഐഡന്റിറ്റി ഏതില്ല? കോവാക്സിനില്ല. ഈ ഷീൽഡ് എന്തുവാ? പരിചയ അല്ലേ? നിങ്ങളാരാ? കണ്ണപ്പനുണ്ണിയാ? പോയി അംഗം നടത്താൻ? അതാ തച്ചോളി ഒതയന്നാ? ഒന്നുമല്ല. അപ്പൊ നിങ്ങളൊന്ന് അംഗീകരിക്കാൻ പിടിക്കുക അല്ലേ? അപ്പൊ ഞാൻ ഇതുപോലെ അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മേ ഒന്നും നോക്കണ്ട, വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞു. ഒന്ന് പോടാവേ, ഞാൻ ഇനിയിപ്പൊ മേലോട്ട് പോകണം, ഞാനിഞ്ഞി വാക്സിൻ എടുക്ക. അമ്മാമ്മേ മുകളിലോട്ട് പോകണമെങ്കിലും അവിടെ ഭയങ്കര തിരക്കാ. ഇപ്പൊ പോകണ്ട, നമുക്ക് മുൻഗണന കിട്ടണം, ഈ സാധനം അടിച്ചോന്ന് പറഞ്ഞു. എന്നിട്ടും അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അമ്മൂമ്മയുടെ ഞാൻ പറയും പെൻഷൻ മുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തി ഓക്കെ, നേരെ ചാടി കയറി നമ്മുടെ ക്യാമ്പിലോട്ട് പോയി. ക്യാമ്പിലോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ ഭയങ്കര തിരക്ക്. അങ്ങനെ തിരക്കായപ്പോഴത്തേക്കും പുള്ളിക്കാരി പറഞ്ഞു, അമ്മാമ്മേ ഭയങ്കര തിരക്കാണല്ലോ. അല്ല, ആ സിസ്റ്റർ നിങ്ങൾ വിളിച്ച് എന്തെങ്കിലും ഊള വിറ്റുവിടാനായിരിക്കും എന്ന് എനിക്കറിയാം. മഴ എനിക്ക് നിൽക്കാൻ മേല, കാലിന് ഭയങ്കര വയ്യായി കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഒരു കുപ്പിയിലാക്കി ഇച്ചിരി ഇങ്ങ് തരാമോ? അമ്മാമ്മ 3 നേരം കഴിച്ചോളാം, അതേപോലെ കുറച്ച് പുറത്തും പെരട്ടിക്കോളാം. ഇതിലും വലിയ സീനാണ് നമ്മുടെ വൈഫിന് ഞാൻ എന്തെടുത്ത്? കോവാക്സിൻ എടുത്ത്. ഈ കോവാക്സിൻ എടുത്താൽ വെച്ചാൽ ഇവള് നേഴ്സാണ്, ഇവക്ക് പുറത്തു പോകാൻ പറ്റത്തില്ലെന്ന്. എൻ്റെ പൊന്നവ ഇതാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. ഇവൾ അച്ഛനെ വിളിച്ചേക്കണം. അച്ഛനെ വിളിച്ചിട്ട് അത് കണ്ട പുള്ളിയുടെ അമ്മയ്ക്ക് കോവിഷീൽഡ്, എനിക്ക് കോവാക്സിൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ വേർതിരി നോക്ക്. ഞാൻ കിട്ടിയതുകൊണ്ടാണ് എടുത്തത്. അങ്ങനെ കോവിഷീൽഡ് എടുത്ത അമ്മയും
കോവാക്സിൻ എടുത്ത വൈഫും കൂടി ഒരിഞ്ഞടി കീരിയും പാമ്പ്. ഇത് ഇടയ്ക്കൊക്കെ വിളി നാഗവല്ലിയുടെയൊക്കെ ഒരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കണം. ഇനി വാക്സിൻ അടിച്ച് തന്നെ വല്ല പ്രോബ്ലം ആണോ അല്ലെങ്കിൽ വേറെ എല്ലാ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഹെൽത്തിലോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അതൊന്നുമല്ല, വേറെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമില്ല, നിങ്ങൾ കൂട്ടുകാരെ അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരെ അന്വേഷിച്ചപ്പോഴാണ് ഇവർക്ക് പുറത്ത് പോകാൻ പറ്റാത്തതിൻ്റെ കുഴപ്പമുണ്ട്. അങ്ങനെ ഇവൾ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ചെറുത് കൊടുത്താൽ സംഗതി നോക്കണം. അങ്ങനെ 1/2 ലിറ്റർ മേടിച്ച് ഞാനും പുള്ളിയും കൂടെ അങ്ങനെ ഇടിച്ചപ്പോണ്ടല്ല പുള്ളി എൻ്റെ ഭാഗത്ത്. എൻ്റെ അമ്മ ദൈവമായി, എൻ്റെ അമ്മുമ്മ അതിലും വലിയ ദൈവമായി, ഞാനാ ഒരു കുഞ്ഞു ദൈവം. എൻ്റെ പൊന്നുമോളെ അവൻ ചെയ്തതൊക്കെ കറക്റ്റാണ്. നീ ഇപ്പൊ ഏതാ അടിച്ചത്? കോവാക്സിൻ അല്ലേ? എത്ര കോവിഷീൽഡ് അച്ഛൻ മേടിച്ചു തരാം. ഇത് പറഞ്ഞോടണ്ടല്ല, ഇവള് നേഴ്സാണല്ലോ, അച്ഛനെ കണ്ടം വഴി ഓടിച്ചു. അങ്ങനെ ഇവളൊരു ലെറ്റർ അങ്ങനെ എഴുതാൻ തുടങ്ങി. ലെറ്റർ എഴുതി ഞാനിത് എന്ത് പണ്ടു വല്ല ഡിവേഴ്സ് ആയിരിക്കുള്ളൂ. പക്ഷേ പുള്ളി ഇവൾ എഴുതി എങ്ങോട്ടാന്നറിയോ? നമ്മുടെ WHO പ്രസിഡന്റിർക്ക്. അങ്ങനെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, സന്തോഷ വാർത്തയുണ്ട്. WHO നമ്മുടെ കോവാക്സിന് അംഗീകാരം കൊടുത്തേക്കാണ്. നിങ്ങൾ സന്തോഷമായിട്ട് ഇത് പോയെടുത്തോ. അപ്പം ഞാൻ ഒരു കാര്യം ആദ്യം പറഞ്ഞു, ഞാൻ ഒരു തുടക്കക്കാരനാണ്, എന്നെ നിങ്ങൾ അംഗീകരിക്കുക. ഞാൻ നാളെ ഒരു സ്റ്റാർ ആവും അല്ലേ? അഗെയിൻ നല്ലൊരു പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഡാൻസ് പോലെ തന്നെ പെർഫോമൻസിൽ ഒരുപാട് നല്ല എനർജി ഉണ്ടായിരുന്നു. നല്ല തമാശകളൊക്കെ പറഞ്ഞു. രമേശേട്ടാ, ഇന്നസെൻസ് സർ നല്ല ഉഷാറായിട്ട് അതെ പല കാര്യങ്ങളും നമുക്ക് ഈ കോവാക്സിനായാലും കോവിഷീൽഡ് അതിൻ്റെയൊക്കെ ചില സത്യങ്ങൾ അദ്ദേഹം തുറന്ന് നമ്മളുടെ അടുക്ക പറയുന്നുണ്ട്. അതെ, അതെടുക്കണം, ഇതെടുക്കണം, അത് കഴിഞ്ഞാൽ പറയും അതില്ല, പിന്നെ വരാം, പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെള്ളം വരുമ്പോൾ അകത്ത് കയറും, അത് കഴിഞ്ഞ് സാധനങ്ങൾ എടുത്ത് അത്യാവശ്യം എടുത്തൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവരൊക്കെ വന്ന് വിളിക്കുമ്പോൾ അവർ പോവില്ല. ഇല്ല എപ്പോൾ പോണ്ട, അങ്ങനെ കുഴപ്പമില്ല. അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും അവിടെ വെള്ളം വരും. അപ്പോൾ ഇവർ അതിൻ്റെ തട്ടുമുകളിൽ കയറി നിൽക്കും. പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു MP ആയിരുന്ന ആ സമയത്ത് എൻ്റെ അടുക്ക വിളിച്ച് പറയാണ്, അവർക്ക് എനിക്ക് വോട്ട് ചെയ്ത ആളുകൾ, അതെ ഹലോ ഞാൻ ഇന്ന ആളാണ്, എന്തേ ഒരു ഹെലികോപ്റ്റർ പറഞ്ഞയക്കൂ, കാരണം ഇയാൾ താഴെയൊക്കെ വെള്ളം വന്നിട്ട് ഇയാൾ പോയില്ല, ഇപ്പം ഇയാൾ ടെറസിൻ്റെ മുകളിൽ നിൽക്കുകയാണ്, ഇയാൾക്ക് വേണ്ടി ഒരു ഹെലികോപ്റ്റർ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? എത്രയോ പ്രാവശ്യം അവിടെ പോയിട്ട് നമ്മള് കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവുക. അപ്പം എന്തായാലും അത് ഭംഗിയായിട്ട് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു. ഓക്കെ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു മാറ്ററുകൾക്ക്. ഓൾ ദ ബെസ്റ്റ്. Very well done and thank you so much for performing here. Thank you.